ക്ഷേമപ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കോമൺ സെൻസുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ സംഭവം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം സാറിന് മനസ്സിലായോ? പിള്ളേർ കൂടുതൽ വയലന്റ് ആവുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഞാൻ ഇന്നലത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഒരു നഗരത്തിന്റെ ചുമതല വെറും 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ആര്യപ്പം ഇത്തവണത്തെ ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDF നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി പാര്യക്കുണ്ടോ? ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അല്ല, LDF അത് നഷ്ടമാകും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം? അതെ അതെ, അത്രേ ഉള്ളൂ. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ, അപ്പൊ കാണാൻ കയ്യിന്റെ ബലം. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDF എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ്. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. വെറും വാഗ്ദാനം കിട്ടുകയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് BJPയുടെ പടയോട്ടം. വോട്ട് രേഖപ്പെടുത്തിയ 100-ൽ 50 വിജയിച്ച് BJP ഭരണം ഉറപ്പിച്ചു. എന്റെ എല്ലാ മാനവും പോയി. എന്തൊക്കെയാ നീ പറഞ്ഞത്? LDF അത് നഷ്ടമാകും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം? അയാളെ വിടുത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? എന്നിൽ എന്ത് കഴിവുണ്ട് എന്ന് ഒരുപക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത് എന്നെനിക്ക് സ്വയം ഞാൻ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഞാനൊരു വലിയ ആളായത് കൊണ്ടല്ല. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. എനിക്ക് എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ എത്ര തന്നെ വേട്ടയാടപ്പെടേണ്ടി വന്നാലും ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. മര്യാദയ്ക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇത്ര വില കുറഞ്ഞ വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ നടന്നു. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. യാഥാർത്ഥ്യബോധത്തോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്താൻ ഇപ്പോഴും CPMന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം. ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണമല്ലോ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. MM മണിയുടെ പ്രതികരണം. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു? 10,000 കോടി രൂപയുടെ അധിക ക്ഷേമാനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്ന് കുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പരിഹാസ്യമായ നില. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കേരളത്തിലെ മുഴുവൻ വോട്ടർമാരെയും അപഹസിക്കുന്ന നിലയിൽ, ആക്ഷേപിക്കുന്ന നിലയിൽ CPMന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മുതിർന്നൊരു നേതാവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് CPMന്റെ രാഷ്ട്രീയ ബോധം. ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാവോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എപ്പോൾ അവർ പരാജയപ്പെടുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ BJP, കോൺഗ്രസ്, UDF രാഷ്ട്രീയ ബാന്ധവത്തെ സംബന്ധിച്ച് വിലയിരുത്തുക. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഗണ്യമായ നിലയിൽ സീറ്റ് വർദ്ധിപ്പിച്ചപ്പോ അത് BJPയുമായുള്ള ധാരണയാണ് എന്ന് വിലയിരുത്തുന്നത് എന്തൊരു രാഷ്ട്രീയ മൗഢ്യം. ഇവനൊരു മാറ്റമില്ലേ? കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം കേവലം 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF 27 സീറ്റായി വർദ്ധിപ്പിക്കും. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. അതേ അവസരത്തിൽ തന്നെ BJP അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. CPM 16 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. ഇത് UDFും BJPയും തമ്മിലുള്ള ധാരണയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയും? എന്താ ആ പ്രതീക്ഷയും തകർന്നു. CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പരീക്ഷിക്കാൻ പരിശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ
സ്വാധീനിക്കുക എന്നതായി. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക്കായിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. അതുവരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഫലം കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എനിക്ക് വട്ടുകളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ, അതിന് വേറെ ആളെ നോക്കണം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ സാമുദായിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും പരസ്യമായി പ്രകടിപ്പിക്കുക. പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ എന്നിട്ട് അവരുമായി ഏറ്റവും വലിയ സൗഹൃദവും ചങ്ങാത്തവും ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തുടർ ഭരണത്തിലേക്ക് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ, സുന്ദര കാലമാടൻ. ഇത്രയും സൗന്ദര്യവും മുഖശ്രീയുള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. വർഗീയതയെ പരിപോഷിപ്പിക്കുന്നത്, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത്, സത്യത്തിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കാരണം വിലയിരുത്തിയാൽ തുടർഭരണത്തിലൂടെ ലഭിച്ച അധികാരത്തിന്റെ ഹുങ്ക് എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അഹങ്കാരം, ധാർഷ്ട്യം, എന്ത് വൃത്തികേടും അധാർമികതയും ചെയ്യാം. എന്ത് അധാർമികത ചെയ്താലും അതിനെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ന്യായീകരണ സംവിധാനം എന്ത് ചെയ്യാനാ? അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. സമൂഹ മാധ്യമങ്ങളിലൂടെയും സംഘടനാ സംവിധാനത്തിലൂടെയും സാമ്പത്തികാധികാരത്തിലൂടെയും ഭരണാധികാരത്തിലൂടെയും ഇതിനെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകാമെന്നുള്ള അഹങ്കാരത്തിന്, ആ ധാർഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഉന്നതരായ 2 CPM നേതാക്കൾക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? അപ്പൊ ഇതെല്ലാം തരാതരം പോലെ എല്ലാത്തിനെയും ന്യായീകരിക്കുകയും ഏത് അധാർമികതയും വെളുപ്പിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഭരണാധികാരം, സാമ്പത്തികാധികാരം, സംഘടനാപരമായ ശേഷി, എന്നെ സംശയിക്കരുത്. ഇത് 3 ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത കനത്ത താക്കീതാണ്, തിരിച്ചടിയാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPIയിൽ പൊട്ടിത്തെറി. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയായി. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൌൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടാവണമെന്നില്ല. പാർലമെന്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്, നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ, ലോക്കൽ ബോഡീസിന് ഒരു വോട്ടിംഗ് പാറ്റേൺ. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്.